ആയുധങ്ങൾ കൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തുന്നതല്ല. ഇന്ത്യയുടെ യുദ്ധതന്ത്രം മറ്റു രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തി തകർക്കുക എന്നതാണ് എല്ലാ യുദ്ധത്തിന്റെയും ലക്ഷ്യം. ഇന്ത്യയുടെ യുദ്ധതന്ത്രപരമായ കാഴ്ചപ്പാടിനെ കുറിച്ച് ശക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രുവിന്റെ മനോവീര്യം തകർക്കുക എന്നതാണ്. അങ്ങനെ അവർ നിബന്ധനകൾ അംഗീകരിക്കുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഡോവലിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങളും പ്രതിരോധ നിലപാട് മുതൽ മുൻകരുതൽ ശക്തി വരെയുള്ള ദേശീയ സുരക്ഷയോടുള്ള ഇന്ത്യയുടെ വികസിത സമീപനത്തെക്കുറിച്ച് അവ വെളിപ്പെടുത്തുന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ദേശീയ സുരക്ഷ എന്നത് സായുധ സേനയുടെയോ ഇന്റലിജൻസിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഒരു കൂട്ടായ സംരംഭമാണെന്നും ഡോവൽ പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അച്ചടക്കത്തിലൂടെയും പ്രതിബദ്ധതയിലൂടെയും വിശാലമായ അർത്ഥത്തിൽ അവരുടെ കഴിവുകൾ, അറിവ്, സ്വഭാവം എന്നിവയിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകേണ്ടവരാണ്. സമഗ്രമായ ദേശീയ ശക്തിയെ കണക്കാക്കുന്നതിൽ ഒരു തെറ്റായ കണക്കുകൂട്ടൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ദേശീയ ഇച്ഛാശക്തിയെ മനസ്സിലാക്കുന്നതിലും ജനങ്ങളുടെ ശക്തിയെ വിലയിരുത്തുന്നതിലുമാണ്. റഷ്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറേണ്ടി വന്നപ്പോഴോ US വിയറ്റ്നാമിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നപ്പോഴോ സാങ്കേതികമായും സൈനികമായും എല്ലാ വിധത്തിലും മികച്ചതായിരുന്നിട്ടും അഫ്ഗാനിസ്ഥാനിൽ അതിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെ വന്നപ്പോഴോ അത് ജനങ്ങളുടെ ഇച്ഛാശക്തിയെ കണക്കാക്കുന്നതിലായിരുന്നു. എല്ലാ യുദ്ധങ്ങൾക്കും ഒരേ ലക്ഷ്യങ്ങളാണുള്ളത്: രാജ്യത്തിന്റെ ഇച്ഛാശക്തിയെ തകർക്കുകയും അവരുടെ ഇച്ഛാശക്തി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രധാനം പൗരന്മാരും അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധവുമാണ്. നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ അത്തരം അവബോധം നമ്മൾ കാണുന്നത്. സമീപ ദിവസങ്ങളിൽ നക്സലിസത്തിനെതിരെ രാജ്യം നിർണായക വിജയം നേടിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സേനകളെയും കേന്ദ്ര സായുധ പോലീസ് സേനകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നക്സലിസത്തിന്റെ ചെങ്കൊടി ഉയർത്തിയ പ്രദേശങ്ങളിൽ ദേശീയ പതാക അഭിമാനത്തോടെ പറക്കുന്നു എന്നും പ്രസിഡന്റ് മുർമു പറഞ്ഞിരുന്നു. പകൽ സമയം പോയാൽ വീട്ടിലേക്ക് മടങ്ങുമോ എന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ NSA അജിത് ഡോവൽ, പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സ്വാധീനം കാരണം അത് മാറി എന്നതാണ് ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷയുടെ തെളിവെന്ന് ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവ്രത് പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് നക്സലിസം ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചുവെന്നും അത് വർദ്ധിച്ചു വരികയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പരിഹാരവുമില്ല. എന്നാൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, NSA എന്നിവർ ആ ശക്തികളെ എന്നേക്കുമായി നശിപ്പിച്ചുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.